ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പ്രതികരിക്കുകയാണ് തത്സമയം. അല്ല, അത് അച്ചടക്ക നടപടി എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാണ്. ആ ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സിൽ ആ ജുഡീഷ്യറി ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതിൽ വരുന്ന എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ആ എവിഡൻസസിൽ ആരൊക്കെയാണോ കുറ്റക്കാരാണെന്ന് അന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഡിസിഷൻ എടുക്കുന്നത്. സാർ, ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഈ സേനയിൽ തന്നെ തുടരുന്ന അപമാനമല്ലേ ശരിക്കും പറഞ്ഞാൽ? അവരൊക്കെ മാറ്റി നിർത്തേണ്ടല്ലേ? അത്രമാത്രം ബ്രൂട്ടലായിട്ടാണ് മർദ്ദിക്കുന്നത്. അതായത് ഈ സംഭവത്തെക്കുറിച്ച് സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു. ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകൾ കാണുന്നത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നു. അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിംഗ് ആണ്. ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായെങ്കിലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ പരിശോധിക്കും. അല്ല, SIക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷ നൽകിയിട്ടുണ്ട്. സ്ഥലം മാറ്റം ഒരു ശിക്ഷയല്ല, പ്രത്യേകം ശിക്ഷ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നൽകിയിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അവരെ മാറ്റിയില്ല എന്നാണ് അവരൊരു ആക്ഷേപം, ഒരു പരാതി പറയുന്നത്. അല്ല, അങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ ആ ഘട്ടത്തിൽ അത് പരിശോധിക്കാം. ഇത് 2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് വന്ന പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ CCTVകളും ഒക്കെ പരിശോധിച്ചിട്ടാണ് അക്കാലത്ത് എൻക്വയറി നടത്തിയിട്ടുള്ളത്. ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്ക് ശിക്ഷ നൽകിയതായിട്ട് ഇപ്പോൾ ഈ ഫയലുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണും. അത് പരിശോധിക്കണം. 3 ആളുകളെ ശിക്ഷ നൽകിയിട്ടുണ്ട്. അന്വേഷണം കാര്യക്ഷമമായി നടക്കും. അല്ല, കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം പോലീസല്ല നടന്നത്, കോടതി നേരിട്ട് അന്വേഷിക്കുകയാണ്. കോടതി CC പിടിച്ച് എൻക്വയറി നടത്തുകയാണ്. ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് എന്തെങ്കിലും കണ്ടെത്തലുകൾ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ അതുകൂടി പരിശോധിച്ചു. എല്ലാത്തരം സഹകരണം ഉണ്ടാവും തീർച്ചയായിട്ടും. അല്ല, കോടതിയിൽ ക്രിമിനൽ നടപടികളാണ് നടക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി അത് നേരിട്ട് എൻക്വയറി ചെയ്യാൻ തീരുമാനിച്ച് CC പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓൾറെഡി ക്രിമിനൽ പ്രൊസീഡിങ്സ് പെൻഡിംഗ് ബിഫോർ ദി കോർട്ട്. അച്ചടക്ക നടപടിയാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തത്. അപ്പോൾ അത്തരം സംഭവവുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ നമുക്ക് മുന്നിൽ വന്ന എവിഡൻസസ് എക്സാമിൻ ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ശിക്ഷ നൽകിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ഇസ് നോട്ട് എ പണിഷ്മെന്റ്, ഡിഫറൻറ്റ് പണിഷ്മെന്റ് ഹാസ് ബീൻ ഗിവൻ. അത് പലതരത്തിലുള്ള പണിഷ്മെന്റ് ആണ്. അതിൽ റിമൂവൽ ഒരു പണിഷ്മെന്റ് ആണ്, ഇൻക്രിമെന്റ് ബാർ പണിഷ്മെന്റ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റ് ഉണ്ട്. അത്തരം രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് 3 ഉദ്യോഗസ്ഥർക്ക് നൽകിയതായാണ് കാണുന്നത്. അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ മർദ്ദിക്കുന്ന ഒരു രീതി പൊതുവെ മേലുദ്യോഗസ്ഥരെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ DIGക്ക് എന്താണ് അതിൽ ആ ഒരു മർദ്ദിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്? അല്ല, സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ ഒരാളെ മർദ്ദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ പോളിസി. അത് മാക്സിമം താഴേക്ക് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോലീസ് സേനയിൽ 62,000 പേര് ജോലി ചെയ്യുന്ന ഒരു സേനയാണ് പോലീസ്. അപ്പോൾ അതിൽ കേവലം 2-3 പേരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വെച്ച് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് പോരുന്നതാണ് എൻ്റെ റിക്വസ്റ്റ്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഇപ്പോൾ സംസാരിച്ചത്. ജോഷി കുര്യനിലേക്ക് വീണ്ടും പോകാൻ. ജോഷി, ക്രിമിനൽ സ്വഭാവമുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സ് ജുഡീഷ്യൽ അന്വേഷണം കോടതിയുടെ പരിഗണനയിലാണ് ഈ ഒരു കേസുള്ളത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ 4-5 പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്തതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ ആ സമയത്ത് അതിനുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഹരിശങ്കർ പറയുന്നത്. അതിൻ്റെ വിവരങ്ങൾ അതോടൊപ്പം ജോഷി നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി കൂടി തുടർന്നോളൂ. 4-5 പേരുടെ പേരിൽ ഈ സേനയെ ഒട്ടാകെ തന്നെ അധിക്ഷേപിക്കരുത്, എഴുത്തി കാണിക്കരുത് എന്നുള്ളതാണ് DIG ഹരിശങ്കർ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിന് മുമ്പിൽ സർക്കാരിൻ്റെ പ്രതിരൂപമാണ്. അത് ഒരാളായാലും 62,000 പേരായാലും അവർ ചെയ്യുന്ന സൽപ്രവൃത്തിയായാലും അവർ ചെയ്യുന്ന ദോഷം പ്രവൃത്തിയായാലും അത് സർക്കാരിന് തന്നെയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് തിരിച്ചറിയേണ്ടത്. സ്വാഭാവികമായും അത്തരത്തിലൊരു ഡാമേജ് തന്നെയാണ് സംസ്ഥാന സർക്കാരിനും ഇടത് സർക്കാരിനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ജനമൈത്രി പോലീസ് എന്ന് പലകുറി ആവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നരനായാട്ട് ഇത്തരത്തിലുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പ് മുറികളിലും പോലീസ് സ്റ്റേഷനുകൾക്കുള്ളിലും നടക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ ജനമധ്യത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഈ പരാതിക്കാരനായ സുജിത്ത് ഇതിന്റെ CCTV ദൃശ്യങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു നിയമ പോരാട്ടം നടത്തുന്നു. ഈ CCTV ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറാകുന്നില്ല. തുടർന്ന് കേസിന്റെ ഭാഗമായിട്ടടക്കം ഈ സുജിത്ത് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും സുജിത്തിന് കൈവശം കിട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിലാണ്. 2023 ഏപ്രിൽ 5-ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണെങ്കിൽ കൂടി അക്കാര്യത്തിൽ എത്രത്തോളം വ്യാപ്തിയുള്ള ഒരു മർദ്ദനമാണ് അന്ന് നടന്നത് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നത്. അല്പസമയം DIG ഹരിശങ്കറോട് മാധ്യമപ്രവർത്തകർ തൃശ്ശൂരിൽ വെച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുത്തത്? അതായത് കുറ്റക്കാരായ SI അടക്കമുള്ള ആളുകൾക്ക് ഡിപ്പാർട്ട്മെന്റ് തല വകുപ്പ് തല ശിക്ഷ കൊടുത്തു എന്ന് ആവർത്തിക്കുമ്പോഴും എന്ത് ശിക്ഷയാണ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു മറുപടി പറയാൻ DIGക്ക് തയ്യാറാകുന്നില്ല. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട
ഒരു കാര്യമുള്ളത്. വളരെ വലിയ, പ്രത്യേകിച്ച് പോലീസ് സേനയ്ക്കാകെ തന്നെ, അത് 62,000 ആയാലും ഒരാളായാലും പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ് കുന്നംകുളത്ത് നിന്ന് ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിയാണ്.